ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പോൾ ഇതാ തിരുവാതിര വ്രതമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവാതിര ആശംസ. എന്താ കിച്ചുവിനെ തിരുവാതിരയെ പറ്റി അറിയാം? ശിവഭഗവാന്റെ പാർവതി ദേവി. അതന്നെ. അപ്പം ഗൈസ്, ഇന്ന് ശിവഭഗവാന്റെ ജന്മദിനമാണ്. അതുപോലെ തന്നെ ശിവഭഗവാനും പാർവതീദേവിയും വിവാഹം കഴിച്ച ദിവസം കൂടിയാണ്. അതാണ് ധനുമാസത്തിൽ ഈ തിരുവാതിരയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ പാർവതീദേവി ശിവഭഗവാനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്രതങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ശിവഭഗവാനെ പാർവതീദേവിക്ക് ശിവഭഗവാനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവഭഗവാൻ പറഞ്ഞാൽ വളരെയധികം ഉഗ്ര കോപമുള്ള ഭയങ്കര ആളാണ് അറിയാം. അപ്പോൾ പെട്ടെന്നൊന്നും ശിവഭഗവാന്റെ മനസ്സൊന്നും അലിയില്ല. അപ്പോൾ പാർവതീദേവി ഒരുപാട് കഷ്ടപ്പെട്ട് വ്രതങ്ങളൊക്കെ എടുത്തിട്ടാണ് ശിവഭഗവാന്റെ മനസ്സൊക്കെ അലിഞ്ഞിട്ട് അങ്ങനെ കല്യാണം കഴിച്ചത്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തിരുവാതിരയുടെ തലേ ദിവസം പിന്നെ രാത്രി നമ്മൾ പാതിര പൂവൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ തിരുവാതിരയുടെ തലേ ദിവസം വെള്ളിയാഴ്ച ഞാനും കിച്ചും കൂടി പാതിരാപ്പൂവ് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മയിലിനെ കണ്ടിട്ട് അവൻ ഓടി നോക്കുകയാണ്. നമ്മളവിടെ ഇഷ്ടംപോലെ മയിലുകളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പാതിരാപ്പൂവിൻ്റെ അടുത്ത് എത്തി. കിച്ചു ആദ്യമായിട്ടാണ് ഈ പൂവൊക്കെ കാണുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് കൊടുവേലിയിൽ ഇങ്ങനെ പൂക്കളുണ്ട്. കൊടുവേലി പൂവിനേന് നമ്മൾ പാതിരാപ്പൂവ് പറയുന്നത്. ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഞാനും കിച്ചും കൂടിയും പൊട്ടിച്ച പാതിരാപ്പൂക്കളാണിത്. തിരുവാതിരയിട്ട് കൂവപ്പായസം ഉണ്ടാക്കുക. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ നാഴി കൂവ, പിന്നെ നാളികേരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, 3 ശർക്കര, 2.5 കോപ്പ വെള്ളം, ഇത്രയും സാധനങ്ങൾ മതി. ആദ്യം നമ്മൾ കൂവപ്പൊടി ഇട്ടു, അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ ശർക്കര. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2.5 കോപ്പ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസുമേ അല്ലെങ്കിൽ അടുപ്പത്തോ വെക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകരുത്. ഈ കൂവപ്പായസം ആയി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഇനി വെള്ളമൊന്നും കുറവുണ്ട് ഒക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ കൂവ വേവാനുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കണം. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഴുക്ക് വയ്ക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞൊരു കപ്പ് എടുത്തിട്ടുണ്ട്, 2-3 ചവളിക്കിഴങ്ങ്, 2 ചേമ്പുർണി, ഒരു ചെറിയൊരു ചേനയുടെ കഷ്ണം, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ മുതിര, ഇന്നലെ രാത്രി ഒരു നാഴി മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും ഇതിലെടുത്തിട്ടുണ്ട്. കുക്കറിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. അതിനുശേഷം ഈ കഷ്ണങ്ങൾ ഇടുക, മുതിരി ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു, നല്ലോണം വേവാൻ വേണ്ടിയിട്ട്. ഒരു 6 വിസിലാണ് ഇത് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലെടുക്കുന്ന സമയം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇതായി കഴിഞ്ഞാൽ കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അപ്പം നമ്മുടെ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട്. തിരുവാതിരയുടെ മെയിൻ സാധനമാണ് ഈ കൂവപ്പായസം പറയുന്നത്. നമ്മളൊരു രാജാവും ഒക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. പുഴുക്കും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറിയ പഴമുണ്ട്, പപ്പടം ഉണ്ട്. പിന്നെ കിച്ചു അച്ഛനും ഈ തിരുവാതിരയുടെ വ്രതമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല ഇഡ്ഡലിയും ചട്ടിനിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിതാ തിരുവാതിരയായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ഇതുവരെ ഫുള്ള് പറയുക തിരക്കിയായിരുന്നു. 4 പുറം വൃത്തിയാക്കലും അകത്തടിച്ചൂരി തുടയ്ക്കലും ഭക്ഷണം ഉണ്ടാക്കലും
അങ്ങനെ കുറേ തിരക്കുണ്ടായിരുന്നു. അച്ഛൻ ഉണ്ടാവുകൊണ്ട് കുറേയൊക്കെ അടുക്കളയിൽ സഹായിച്ചു. അപ്പോൾ പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കിച്ചൂനും അച്ഛനൊക്കെ ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പുഴുക്കും കൂവരകീതുമാണ് കഴിക്കുന്നത്. അപ്പോൾ നാടൻ മൈസൂരിപ്പഴമാണ്. അത് മാമയുടെ വീട്ടിൽ ഉള്ളതാണ്. അപ്പം ഇങ്ങോട്ട് കൊടുന്നു വന്നതാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുകയല്ല അച്ഛാ. അല്ല, പണ്ടെങ്ങനെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുളമുണ്ട്. അപ്പോൾ നേരത്തെ എൻ്റെ അമ്മമ്മയുടെ അനിയത്തി അമ്മമ്മയുടെ അനിയത്തിനെ ഞങ്ങൾ അമ്മമ്മയാണ് വിളിക്കട്ടോ. അപ്പോൾ അമ്മമ്മ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഞാനും ചേച്ചിയും ഏട്ടനും അമ്മയും പിന്നെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അമ്മമ്മയാണ് മുൻകൈ എടുക്കുക. എന്നിട്ട് ഞങ്ങളെല്ലാവരും കുളത്തേക്ക് പോകുക. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുളം ഓലക്കൊടി കത്തിച്ചിട്ട് ചൂട്ടാണ് അന്ന് എടുക്കുക. ആ ചൂട്ടുകൊണ്ട് അമ്മമ്മ ഇങ്ങനെ വീശും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കുളത്തേക്ക് പോകുക. ഭയങ്കര തണുപ്പാവും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കരയുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അമ്മി അങ്ങനെ അവിടെ അടുത്തുള്ളവരൊക്കെ ചമ്മലൊക്കെ കത്തിക്കും. അത് കഴിഞ്ഞ് ഇവര് ഈ കുളത്തിൽ അങ്ങനെ തുടിക്കാനൊക്കെ ഇതാവും. അപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ. അപ്പം ഞങ്ങൾ ആ കരയിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവരെ കുളിയും അവരെ തുടിക്കലും തിരുമ്പാനൊന്നും അധികം ഉണ്ടാവില്ല. അവരെ തുടിക്കലും പാട്ടുപടിക്കളി അങ്ങനത്തെ കുറേ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴിയുന്ന വരെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇറങ്ങി കുളിക്കും. എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക രസകരമായിട്ടുള്ളൊരു എന്താ പറയുക തിരുവാതിര ഓർമ്മകളാണ് എനിക്കുള്ളത്. അപ്പൊ ഇനി അച്ഛന്റെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു തിരുവാതിര? അച്ഛന്റെ കുട്ടിക്കാലത്ത് തൊടിയുന്ന പഴം കായക്കൊല വെട്ടുക, അതേമാതിരി എല്ലാം അവനവന്റെ തൊടിയിലുണ്ടാവും. കൂവ ഉണ്ടാവും, ചേന ചേമ്പ് ഒക്കെ തൊടിയിൽ നിന്ന് പറിച്ചുണ്ടാക്കുക. അപ്പൊ ഒന്നും പുറത്തുനിന്ന് വാങ്ങണ്ട, ഇടിച്ചൊക്കെ ഉണ്ടാവും. ഇതില് നമ്മള് പുറത്തുനിന്ന് വാങ്ങിയത് വെച്ചാൽ അപ്പം ഇതിലൊന്നും നമ്മൾ അധികം പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. പുറത്തുനിന്ന് വാങ്ങിയത് പറഞ്ഞാൽ കൂവയാണ് നമ്മൾ വാങ്ങിയത് അടുത്തൊരു ചേച്ചിൻ്റെ കൂവ അവർ കൃഷി ചെയ്യണ്ടേ. അപ്പോൾ അവരെ കയ്യിൽ നിന്നാണ് നമ്മൾ കൂവ വാങ്ങിയിട്ട് കൂവക്കിഴങ്ങ വാങ്ങിയത്. എന്നിട്ട് നമ്മളിവിടെ അത് വൃത്തിയാക്കിയിട്ട് പിന്നെന്താ പറയുക മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് അങ്ങനെ വെയിലത്തിട്ട് വേവിച്ച് പൊടിയാക്കുക ചെയ്തത്. ബാക്കിയുള്ള എല്ലാ അതും നമ്മുടെ വീട്ടിലുള്ളത് തന്നെ. പപ്പടം പിന്നെ നമ്മളെ വീട്ടിലല്ല കേട്ടോ. ഇനി കിച്ച് കുറേ നേരമായി പറയുന്നുണ്ട്. അമ്മ ഞാനും പറയട്ടെ. ആ കിച്ചുവിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് കിച്ചുവിൻ്റെ കാലത്തെ തിരുവാതിര? കിച്ചുവിൻ്റെ അത് ചോറും പപ്പടവും തിരുവാതിരക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും സാധനങ്ങളുമാണ്. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഊഞ്ഞാലൊക്കെ ഇടില്ലേ തിരുവാതിരക്ക്? ഊഞ്ഞാല ഇപ്പൊ 2 മണി 3 മണിക്ക് തുടങ്ങും ആട്ടം കുളിച്ചു വന്നിട്ട്. അത് ദിവസം ഞാൻ പറയാൻ മറന്നു. ഞങ്ങളെ കുട്ടിക്കാലത്തും ഊഞ്ഞാലിടും. എന്നിട്ട് ഊഞ്ഞാല ആടിയിരുന്നു കേട്ടോ. തിരുവാതിര തലേദിവസം അങ്ങനെ ഉറക്കമില്ല. അതേപോലെ ഈ വർഷം കല്യാണം കഴിഞ്ഞവർക്കൊക്കെ അത് തിരുവാതിരയാവില്ല. അപ്പം ഞങ്ങളിത് ചായയൊക്കെ കുടിക്കട്ടെ. തിരുവാതിര ദിവസത്തെ ഒരു രാവിലെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.